ഇന്ത്യയിൽ തന്നെ ഏകദേശം 30% ക്യാൻസറാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ. കൂടുതലായിട്ട് എല്ലാം ക്യാൻസറിനും ഒരു കാരണമാണ് ഈ ടൊബാക്കോ അല്ലെങ്കിൽ പുകയില, പുകവലി, അതുപോലെ തന്നെ മദ്യപാനം. ഇതൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ പറയുന്ന ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. ഓവറോൾ ICMR ആണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്തിരിക്കുന്നത്. സോ നമ്മുടെ സൗത്ത് ഇന്ത്യൻ പോപ്പുലേഷനിലും നമുക്ക് കാണപ്പെടുന്ന ഒരു കോമൺ ആയിട്ട് കാണപ്പെടുന്ന ക്യാൻസർ ഓറൽ കാവിറ്റി ക്യാൻസർ തന്നെയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ് മെയിനായിട്ട് വരുന്ന നമ്മുടെ മുഖത്തിന്റെ ഭാഗമായ വായിലാണ് പ്രധാനമായിട്ടും. അപ്പൊ ടങ് ഇൻവോൾവ്മെന്റ്, നാക്കിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാകും, നമ്മുടെ കവടികളിൽ ഇൻവോൾവ്മെന്റ് പാർട്ട് ഉണ്ടാവും. ആക്ച്വലി പേഷ്യൻസ് എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ്. നമ്മൾ ഈ ടങ് ഒക്കെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൊടയിന്ന് എടുക്കുമ്പോ എന്ന് പറയുമ്പോൾ എല്ലാരും ചോദിക്കാറുണ്ട്, തൊടയിന്ന് എടുത്തിട്ട് ബുദ്ധിമുട്ടുണ്ടോ. അതായത് ഹെഡ് ആൻഡ് നെക്ക് സർജറി ഒരേ ദിവസം തന്നെ നിങ്ങളത് റിമൂവ് ചെയ്തതിനു ശേഷം നമ്മളത് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ സാനിയ സലീം, കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജൻ, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഞാൻ ഡോക്ടർ ഗുരുകീർത്തി, ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോ സർജൻ, KM ചെറിയാൻ ഹോസ്പിറ്റൽ. ഇന്ത്യയിൽ തന്നെ ഏകദേശം 30% ക്യാൻസറാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ. കേരളത്തിൽ രണ്ടാമത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ക്യാൻസറാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ. ഇന്ന് നമുക്ക് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിനെ പറ്റിയും അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ റീകൺസ്ട്രക്ഷനെ പറ്റിയും കൂടുതലായിട്ട് അറിയാം. ഹലോ ഡോക്ടർ ഗുരുകീർത്തി. നമുക്ക് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എന്നിരുന്നാൽ കൂടിയും നമുക്ക് വായിലുണ്ടാകുന്ന അൾസറുകൾ ഒരു പ്രധാനപ്പെട്ട സിംറ്റമാണെന്ന് പറയാറുണ്ടല്ലോ. പക്ഷെ നമുക്ക് ക്യാൻസർ അല്ലാത്ത കേസസിലും വായിൽ അൾസർ വരാറുണ്ട്. അപ്പം ഏതൊക്കെ അൾസറാണ് പേടിക്കാനുള്ള അൾസർ, അതായത് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറായിട്ട് മാറാൻ സാധ്യതയുള്ള അൾസറുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൽ നമ്മൾ കുറേ കോമ്പോണൻറ്റ്സ് ഉണ്ട്. ഓറൽ കാവിറ്റി ക്യാൻസർ, അല്ലെങ്കിൽ വായിലെ ക്യാൻസർ, വോയിസ് ബോക്സിലെ ക്യാൻസർ, അങ്ങനെ കുറേ ക്യാൻസറുകളുണ്ട്. അതിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഓറൽ കാവിറ്റി ക്യാൻസർ. അപ്പം ഡോക്ടർ സാനിയ പറഞ്ഞ പോലെ ഉണങ്ങാത്ത മുറിവ് 2 ആഴ്ചയ്ക്ക് കൂടുതൽ കണ്ടുവന്നാൽ, കൂടുതൽ നിൽക്കുന്ന മുറിവുകൾ അല്ലെങ്കിൽ പാടുകൾ വായിൽ, സോ അത് നമ്മൾ സസ്പീഷ്യസ് ആയിട്ട് എടുക്കും. അവർ തീർച്ചയായിട്ടും അടുത്തുള്ള ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഹെഡ് ആൻഡ് നെക്ക് സർജനെ കാണിക്കേണ്ടതാണ്. അവർ നോക്കിയിട്ട് അത് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതെന്ന് അവർ പറയും. അപ്പം ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? അതായത് ഒരു എക്സാമ്പിൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് പുകയില അല്ലെങ്കിൽ സ്മോക്കിംഗ് ഒരു പ്രധാനപ്പെട്ട ഒരു കൂടുതലായിട്ട് എല്ലാം ക്യാൻസറിനും ഒരു കാരണമാണ് ഈ ടൊബാക്കോ അല്ലെങ്കിൽ പുകയില, പുകവലി, അതുപോലെ തന്നെ മദ്യപാനം. ഇതൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ പറയുന്ന ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. പക്ഷെ വായിലെ ക്യാൻസറുകളിൽ ഇത് കൂടാതെ ചിലപ്പം ചില വേറെ ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം. സോ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ജനറ്റിക് സിൻഡ്രോംസ്, ചില ജനറ്റിക് സിൻഡ്രോംസ് എന്ന് പറഞ്ഞാൽ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്ന സിൻഡ്രോംസ്. ഫോർ എക്സാമ്പിൾ ഒരു സീറോഡെർമ പിഗ്മെൻറ്റോസ, ഇത് വളരെ റയറായിട്ടുള്ള സിൻഡ്രോമാണ്. പക്ഷേ ഈ പേഷ്യൻസുകളിൽ ഓറൽ കാവിറ്റി ക്യാൻസർ വരാം. അവർ ഒരു അഡിക്റ്റീവ് ഹാബിറ്റ്സും ഇല്ലാതെ വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീത്ത് ട്രോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാർപ്പ് ടൂത്ത് നമുക്ക് അലൈൻമെൻറ്റ് കറക്റ്റ് ഇല്ലെങ്കിൽ, നമ്മുടെ ടീത്ത് അലൈൻമെൻറ്റ് ശരിയില്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഇറിറ്റേഷൻ ഉണ്ടാകും. നമ്മുടെ വായിലെ മ്യൂക്കോസ എന്ന് പറയും, വായുടെ ലൈനിങ്ങിൽ കോൺസ്റ്റൻറ്റ് ഇറിറ്റേഷനും ഉണ്ട്. അത് ക്യാൻസറായിട്ട് മാറാൻ ചാൻസസ് ഉണ്ട്. സ്പൈസസ് കൂടുതലായിട്ട് കഴിക്കുന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതും പറയുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അസോസിയേഷൻ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് നമ്മുടെ ടോട്ടൽ റിസ്ക് ഫാക്ടേഴ്സ് എടുത്താൽ ഒരു 85% നമ്മുടെ ടൊബാക്കോ കൺസംഷനിലൂടെയാണ് കാണപ്പെടുന്നത്. അതെ, പാൻ ച്യൂയിങ്, ഗുഡ്ക, കൈനി, ഇങ്ങനത്തെ വൈറസുകൾ. നമ്മുടെ ഓറൽ കാവിറ്റി കൂടാതെ ഓറൽ കാവിറ്റിയുടെ പുറകുവശത്തായിട്ട് നമുക്ക് പറയുന്നത് ഓറോഫാരിങ്സ് ആണ്. സോ അതിൻ്റെ അവയവങ്ങൾ
ടോൺസിൽ, ബേസ് ഓഫ് ടങ്, നമ്മുടെ നാവിൻ്റെ പോസ്റ്റീരിയർ അതിന് പുറകുവശത്ത്. പുറകുവശത്തുള്ള ഭാഗമാണ് ബേസ് ഓഫ് ടങ് എന്ന് പറയുന്നത്. സോ ഈ ഇടങ്ങളിൽ കാണപ്പെടുന്ന ക്യാൻസർ ചിലപ്പോഴൊക്കെ ഈ HPV വൈറസ് കൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കര കുറവാണ്. പക്ഷേ നമ്മുടെ വെസ്റ്റേൺ കൺട്രീസ് നോക്കിയാൽ ഓൾമോസ്റ്റ് ഇതിൻ്റെ അസോസിയേഷനും അവർ പറയുന്നത് 75% വരെ HPV വൈറസ് കൊണ്ടുവരാൻ സാധ്യത ഉണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ പോപ്പുലേഷൻ എടുത്താൽ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആണ് നമ്മുടെ പോപ്പുലേഷനും നമ്മുടെ വേറെ ഹാബിറ്റ്സും ഒക്കെ കാരണങ്ങളൊക്കെയാണ് കൂടുതലായിട്ട്. കൂടുതലായിട്ട് അപ്പം കണ്ടുവരുന്നത്. ഈ സ്മോക്കിങ്ങും ടൊബാക്കോ ചൂയിങ്ങും ഒന്നും ഇല്ലാത്ത പേഷ്യൻസിനും വരാൻ സാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്. ഇത് എങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സ്ക്രീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ സെൽഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 2 മാസമോ 3 മാസം ഒരു പ്രാവശ്യം നമ്മുടെ വായി തുറന്നിട്ട് കണ്ണാടിയിലൂടെ നമുക്ക് കാണാം എന്തെങ്കിലും മുറിവുണ്ടോ ഇല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ പാച്ചസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്ക്രീൻ ചെയ്യാൻ കഴുത്തിൽ എന്തെങ്കിലും മുഴകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതെ. ഏതെങ്കിലും പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ഉണ്ടോ? അതായത് ഇന്ന പ്രായത്തിന് ശേഷമാണോ അതോ ചെറുപ്പക്കാർക്കും വരാവുന്ന ഒരു ക്യാൻസർ ആണോ? അതെ, നമുക്ക് പോപ്പുലേഷൻ അറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന പോലെ ഈ ടൊബാക്കോ കൺസംഷൻ ഒക്കെ നമ്മുടെ ടീനേജേഴ്സിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. സോ ടീനേജ് മുതൽ ഓൾമോസ്റ്റ് അറൗണ്ട് മിഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ 40-50 ഇയേഴ്സ് വരെ ഈ ഹാബിറ്റ്സ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. സോ ഈ ഏജ് ഗ്രൂപ്പിലാണ് കൂടുതലായിട്ടും നമ്മുടെ ഈ ഇന്ത്യൻ പോപ്പുലേഷനിൽ കാണപ്പെടുന്നത് ഓറൽ കാവിറ്റി ക്യാൻസേഴ്സ്. സ്ത്രീകൾക്കും വരാൻ ചാൻസ് ഉണ്ട്. ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അത് നോൺ ടൊബാക്കോ കോസസ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ടീത്തോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് വരാൻ സാധ്യത ഉണ്ട്. ഇതല്ലാതെ ഇതൊന്നും തന്നെ ഇല്ലെങ്കിലും തന്നെ വരാനും ഒരു ശതമാനം ആൾക്കാർക്ക് പോസിബിലിറ്റി ഉണ്ടെന്ന് ജനറ്റിക് സിൻഡ്രോംസ് അസോസിയേറ്റഡ് ആയിട്ടും വരാം. അതൊന്നും പക്ഷെ അതെ, ഓവറോൾ പെർസെൻറ്റേജ് നോക്കിയാൽ നമുക്ക് ടൊബാക്കോ കൺസംഷനാണ് ഹൈലൈറ്റ് ആയിട്ട് കാണപ്പെടുന്നത്. ഇപ്പം നമ്മൾ കേരളത്തിൽ എടുക്കുമ്പോൾ എത്ര ശതമാനം ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ് നമ്മൾ കേരളത്തിൽ ഉണ്ട്? കേരളത്തിൽ എടുത്താലും നമ്മുടെ കുറേ പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഈ നമ്മുടെ ക്യാൻസർ സ്ക്രീനിങ്ങും പിന്നെ ക്യാൻസർ ഡിറ്റക്ഷനും ഒക്കെ നമ്മുടെ രജിസ്ട്രിയിലാണ് എല്ലാം ഡേറ്റ കളക്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഓവറോൾ ICMR ആണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്തിരിക്കുന്നത്. സോ നമ്മുടെ സൗത്ത് ഇന്ത്യൻ പോപ്പുലേഷനിലും നമുക്ക് കാണപ്പെടുന്ന ഒരു കോമൺ ആയിട്ട് കാണപ്പെടുന്ന ക്യാൻസർ ഓറൽ കാവിറ്റി ക്യാൻസർ തന്നെയാണ്. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ഉണങ്ങാത്ത അൾസർ അല്ലെങ്കിൽ എന്തെങ്കിലും ചുമന്ന പാടോ അല്ലെങ്കിൽ വെള്ളപ്പാടോ നാക്കിൻ്റെ സൈഡിലോ നാക്കിൻ്റെ അടിയിലായിട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞ് ആ പേഷ്യൻ്റ് പിന്നെ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് അതിൻ്റെ ഈ പറയുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഒരു അടുത്തുള്ള ഹെഡ് ആൻഡ് നെക്ക് സർജനെ കാണുക. സോ അവർ അതിൻ്റെ അടുത്ത ഘട്ടമായിട്ട് ഒരു ബയോപ്സി എടുക്കും. സോ ബയോപ്സി എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന മുറിവുകളിൽ നിന്നും ഒരു ചെറിയ പീസ് എടുത്ത് നമ്മുടെ പത്തോളജി എക്സാമിനേഷന് അയക്കും. സോ ഇതിലാണ് നമുക്ക് അറിയപ്പെടുന്നത് അതിൽ ഏത് തരം ക്യാൻസർ ആണ് അല്ലയോ. ചിലപ്പോൾ ഇത് പ്രീ മാലിഗ്നന്റ് ലീഷൻസ് എന്ന് പറയുന്നത് ക്യാൻസർ ചെറിയ ഫോമാണ്. സോ അതായിരിക്കാം. സോ അത് ആയിക്കഴിഞ്ഞ് പിന്നെ ഡയഗ്നോസിസ് നോക്കിയിട്ടാണ് നമുക്ക് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഈ ഒരു ക്യാൻസറിന് ഇപ്പം നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പം ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സിൻ്റെ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്താണ്? സോ തീർച്ചയായിട്ടും എല്ലാ ക്യാൻസർ പോലെ തന്നെയാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൻ്റെ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ് സർജറിയാണ്. സോ ഇതുവരെ സർജറി കൂടാതെ നമുക്ക് വേറെ മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ തെറപ്പി അല്ലെങ്കിൽ കീമോതെറപ്പി അങ്ങനെയൊക്കെ. പക്ഷേ ഇതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ് നമ്മൾ ഈ ക്യാൻസറിന് ഡയഗ്നോസിസ് ചെയ്യുന്നത്. സർജറി കൊണ്ട് മാറ്റാൻ പറ്റുവാണെങ്കിൽ അതൊരു ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ആണ്. എപ്പോഴും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ആണ്. സാധാരണ എല്ലാവർക്കും സർജറി എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണല്ലോ. പക്ഷേ അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സിന്റെ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് സർജറിയാണ്. ആ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓൾമോസ്റ്റ് ക്യൂർ ആയത് ചാൻസസ് കൂടുതലാണ്. വളരെ കൂടുതൽ ശതമാനം പേഷ്യൻസിനും ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഒരു പ്രാവശ്യം ഒരു ക്യാൻസർ വന്നു, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ വന്നു, അത് കഴിഞ്ഞ് നമ്മൾ സർജറി ചെയ്തു,
അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഒരു പേഷ്യൻ്റ് ഹെഡ് ആൻഡ് ക്യാൻസർ പേഷ്യൻ്റ് സപ്പോസ് ഒരു ഓറൽ ക്യാവിറ്റി ക്യാൻസർ പേഷ്യൻറ്റ് നമ്മൾ സർജറി ചെയ്ത് ട്രീറ്റ് ചെയ്തു. സോ ആ പേഷ്യൻ്റെ മുറിവൊക്കെ ഉണങ്ങിയ ശേഷം ആയിരിക്കും ഈ ഫൈനൽ ഹിസ്റ്റോ പത്തോളജി റിപ്പോർട്ട് വരുന്നത്. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 7 days എടുക്കും. സോ ആ റിപ്പോർട്ടിൽ നമ്മൾ ശരിക്കും പഠിച്ചിട്ട് അതിൽ ചില ഫാക്ടേഴ്സുകളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേജിലാണ് നമുക്ക് ക്ലിനിക്കൽ സ്റ്റേജിങ് നമ്മുടെ സ്കാനിങ് കൊണ്ടോ അല്ലെങ്കിൽ CT സ്കാനോ MRI കൊണ്ടോ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതുകൂടാതെ പാത്തോളജിക്കൽ സ്റ്റേജിങ് ഈ ഫൈനൽ റിപ്പോർട്ട് ഹിസ്റ്റോപാത്ത് റിപ്പോർട്ട് വന്നിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. സോ സപ്പോസ് ഈ പേഷ്യൻ്റ് ഒരു ഏർലി സ്റ്റേജ് സ്റ്റേജ് 1 വന്നാൽ ആ പേഷ്യൻറ്റിന് വേറെ ഒരു മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റും വേണ്ട. അവർ എവറി 3 months അറ്റ്ലീസ്റ്റ് നമ്മുടെ NCCN ഗൈഡ് ലൈൻസ് ഒന്നുണ്ട്, നമ്മുടെ US ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ആണ്. സോ അവർ പറയുന്നത് എവറി 3 monthly ഫോളോ അപ്പ് വേണം ഒരു പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഫോർ അറ്റ്ലീസ്റ്റ് ഇനീഷ്യൽ 3 years. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ സമയത്താണ് ഈ റിക്കറൻസ് ഉണ്ടാവാൻ ചാൻസ് കൂടുന്നത്. സോ 3 years കഴിഞ്ഞിട്ട് എവറി 6 monthly ഫോർ അനദർ 5 years എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 5 years വരെ ഒരു 6 monthly ഫോളോ അപ്പ്. 5 years കഴിഞ്ഞാൽ ഇതിൻ്റെ ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് എവറി ആനുവൽ ചെക്കപ്പ് ചെയ്താൽ മതി. എന്ന് എവറി ഇയർ ഒരു പ്രാവശ്യം വന്നിട്ട് ഹെഡ് ആൻഡ് നെക്ക് സർജനെ കണ്ടാൽ മതി. അപ്പം ഈ ഫോളോ അപ്പിലൊക്കെ ഇരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിലും ഇത് വീണ്ടും വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും വരാം. ഒരു പ്രാവശ്യം നമുക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്താൽ, ഓറൽ ക്യാവിറ്റി ക്യാൻസേഴ്സ് ഡയഗ്നോസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള കുറേ മോളിക്കുലാർ ചേഞ്ചസ് കാണും. ഈ ക്യാൻസർ ഉള്ള മുറിവിൻ്റെ സറൗണ്ടിങ്ങിൽ കുറേ ചേഞ്ചസ് കാണും. നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അത് ജനറ്റിക് ലെവലിലായിരിക്കും ഈ ചേഞ്ചസ് വരുന്നത്. ഇതിനാണ് നമ്മൾ പറയുന്നത് ഫീൽഡ് ക്യാൻസറൈസേഷൻ. സോ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും ഈ റിസ്ക് എപ്പോഴും ഉണ്ട്. ഈ റിസ്ക് വരുന്നത് പ്രൊലോങ്ഡ് യൂസ് ഓഫ് ടൊബാക്കോ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ പുകയില ചവയ്ക്കൽ ഇങ്ങനത്തെ ഒക്കെ കുറേ വർഷങ്ങൾ ചെയ്ത് കാണുമല്ലോ പേഷ്യൻ്റ് ഈ ക്യാൻസർ വരുന്നതിന് മുമ്പ്. സോ അതുകൊണ്ട് ഈ ചേഞ്ചസ് ഒക്കെ നമുക്ക് ജനറ്റിക് ലെവലിൽ ഉണ്ടാവും. സോ അതുകൊണ്ട് ഈ റിക്കറൻസ് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. സോ ഇറ്റ്സ് ഓൾവേസ് ദാറ്റ്. വന്നു കഴിഞ്ഞാലും അതിന്റെ ട്രീറ്റ്മെന്റ് സർജറിയും തന്നെയാണ്. ഒരു നമുക്ക് പേഷ്യൻ്റ് എപ്പോഴും ചോദിക്കുന്ന ഇതാണ് ക്വയറിയാണ്, ഇത് കംപ്ലീറ്റ് ക്യൂർ ആവോ അല്ലെങ്കിൽ പിന്നെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പറയണം പിന്നെ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അതിനും നമുക്ക് ട്രീറ്റ് ചെയ്യാം. സർജറിയാണ് എപ്പോഴും ബെസ്റ്റ്. നമ്മുടെ പ്രൈമറി ക്യാൻസർ പോലെ തന്നെയാണ് റിക്കറൻസിനും നമ്മൾ സർജറി ആയിരിക്കും ആദ്യത്തെ മൊഡാലിറ്റി ആൻഡ് ബെസ്റ്റ് മൊഡാലിറ്റി. ഡോക്ടർ സാനിയ, ഈ ഓറൽ ക്യാവിറ്റി റിസെക്ഷന് പോലെ തന്നെയാണ് നമ്മുടെ റീകൺസ്ട്രക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താണ് ഈ ഫ്രീ ഫ്ലാപ്പ്, വാട്ട് ഈസ് ഈ പ്ലാസ്റ്റിക് സർജൻ്റെ റോൾ എന്താണ് ഈ സർജറിയിൽ? ഇപ്പോൾ നമുക്ക് നിങ്ങൾ ഈ ഹെഡ് ആൻഡ് നെക്ക് സർജൻസ് നിങ്ങൾ ഒരു ക്യാൻസർ കണ്ടുപിടിച്ച് ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, അതായത് സർജിക്കൽ റിമൂവൽ ഓഫ് ദറ്റ് ക്യാൻസർ, അതായത് ആ ക്യാൻസർ വന്ന ഭാഗം മുറിച്ച് മാറ്റുകയാണ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ് മെയിനായിട്ട് വരുന്ന നമ്മുടെ മുഖത്തിൻ്റെ ഭാഗമായ വായിലാണ് പ്രധാനമായിട്ടും. അപ്പം ടങ് ഇൻവോൾവ്മെന്റ്, നാക്കിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാകും, നമ്മുടെ കവളികളിൽ ഇൻവോൾവ്മെന്റ് പാർട്ട് ഉണ്ടാവും. അപ്പം അതെന്ന് പറയുന്നത് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഐഡന്റിറ്റിയാണ്. പലപ്പോഴും നമ്മളെ OP പേഷ്യൻസ് നിങ്ങളെ കണ്ടിട്ട് റീകൺസ്ട്രക്ഷൻ ഓപ്ഷൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളെ അടുത്ത് അവർ പറയാറുണ്ട്, എനിക്ക് പഴയതുപോലെ തന്നെ ഇരിക്കണം, എനിക്ക് പുറത്തു പോകണം, ഫേസ് ചെയ്യണം, ആൾക്കാരെ കാണണം. ഒരു പേഷ്യന്റ് പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് പള്ളിയിൽ പോകണം, അപ്പം ക്യാൻസർ വന്നത് മാറ്റി കഴിഞ്ഞാൽ കോൺഫിഡൻസ് കുറവ് ഉണ്ടാവാറുണ്ട്. ഞാൻ കണ്ടതിൽ കുറേ പേഷ്യൻസ് ഒക്കെ അതിന് ഈ സർജറി കഴിഞ്ഞിട്ടായിരിക്കും അവർ തിരിച്ചറിയുന്നത് ഇത് എൻ്റെ ഫേസ് ആണോ എന്ന് വരെ അവർ ഡൗട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ റീകൺസ്ട്രക്ഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം ഈ റീകൺസ്ട്രക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് മൈക്രോവാസ്കുലർ ഫ്രീ ഫ്ലാപ്പ് എന്നുള്ളത്. അപ്പോൾ മൈക്രോവാസ്കുലർ ഫ്രീ ഫ്ലാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഭാഗം പുനർനിർമ്മിക്കുന്ന പ്രൊസീജിയറാണ്. അതായത് വേറൊരു ഭാഗം, അതായത് നമുക്ക് രക്തക്കുഴലോടുകൂടി വേറൊരു ഭാഗത്തു നിന്ന് മാംസം അല്ലെങ്കിൽ നമുക്ക് മാൻഡിബിൾ, നിങ്ങൾ താടിയിലൊക്കെ റിമൂവ് ചെയ്യുവാണെങ്കിൽ നമ്മൾ കാലിൽ നിന്നൊക്കെ ബോൺ എടുത്ത്
ആ ഷേപ്പിലും ആ ഒരു കളർ മാച്ചും ഒക്കെ ഓൾമോസ്റ്റ് നിയർ നോർമൽ നിയർ അല്ലേ? നോർമൽ. അതെ, നിയർ ഒരു നോർമൽ പുതിയൊരു ഉണ്ടാക്കാൻ ഫേസ് വേണ്ടി. അവർക്ക് പഴയതുപോലെ മറ്റേ സൈഡ് നോർമലായിട്ടിരിക്കുന്ന സൈഡിന് ഇക്വലൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് റീകൺസ്ട്രക്ഷൻ. അത് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോവാസ്കുലർ ഫ്രീ ഫ്ലാപ്സ് തന്നെയാണ്. നമ്മുടെ മൈക്രോവാസ്കുലർ ഫ്രീ ഫ്ലാപ്പ് പറഞ്ഞില്ലേ, അതും നമ്മുടെ കൺവെൻഷനലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് സർജറിക്ക് എന്ത് ഡിഫറൻസ് ആണ്? ഇപ്പം മൈക്രോവാസ്കുലർ ഫ്രീ ഫ്ലാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വേറൊരു ഭാഗത്ത് നിന്ന് മാംസവും രക്തക്കുഴലും അവിടെ നിന്നൊരു ട്രാൻസ്പ്ലാന്റ് പോലെയാണ്. അത് ട്രാൻസ്പ്ലാന്റ് പോലെ ഒരു അവയവം മാറ്റി നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ഇത് രണ്ടും തുന്നിച്ചേർത്ത് ആർട്ടറിയും രക്തക്കുഴലുകൾ രണ്ടും തുന്നിച്ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കാണ് മൈക്രോവാസ്കുലർ. അപ്പോൾ കുറേ പേഷ്യൻസിന് ഒരു ഡൗട്ട് വരും. നമ്മൾ ഇപ്പോൾ കാലിന്ന് ഡോക്ടർ സാനിയ പറഞ്ഞ പോലെ ഫിബുല നമ്മൾ കൂടുതലായിട്ടും മാൻഡിബിൾ റിസെക്ഷൻ ചെയ്യുമ്പോൾ ഫിബുല ആയിരിക്കും ഇടുന്നത്. സോ അവർക്കൊരു പേടിയാണ്, നമ്മൾ അവിടുന്ന് ബോൺ മുറിച്ച് മാറ്റി അവിടെ എന്തെങ്കിലും പ്രശ്നം വരുമോ, അത് നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്ന് അവർ സാധാരണയായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പം നമുക്ക് ഫേസിൻ്റെ ഒരു പ്രധാന ബോൺ അല്ലെങ്കിൽ നമ്മുടെ ഷേപ്പ് അല്ലെങ്കിൽ താടി നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് ഫേസ്. അപ്പോൾ കാലിൽ ആക്ച്വലി നമുക്ക് 2 ബോണുണ്ട്. അപ്പം നമുക്ക് നടക്കാനും അല്ലെങ്കിൽ നമ്മളെ വെയിറ്റ് ബെയറിങ്, അതായത് വെയിറ്റ് താങ്ങി നമ്മുടെ ശരീരഭാരം താങ്ങിക്കൊണ്ട് നടക്കാനായിട്ട് നമുക്ക് ഒരു ബോണ്ട് ആവശ്യമേ ഉള്ളൂ, ഒരു ബോണ്ട് അത്യാവശ്യമേ ഉള്ളൂ. അപ്പം മറ്റേ ബോൺ നമ്മൾ അതിൻ്റെ ജോയിൻറ്റ് മുകളിലെയും താഴത്തെയും ജോയിൻറ്റ് നിലനിർത്തിക്കൊണ്ട് ആ ബോണിൻ്റെ ഇടയ്ക്കുള്ള ഒരു സെഗ്മെൻറ്റ് ഓഫ് ബോണും മസിലും സ്കിന്നും മാത്രമായിട്ടാണ് എടുക്കുന്നത്. അപ്പം ഈ ടെക്നിക്ക് കഴിഞ്ഞതിന് ശേഷം നടക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ കാലിൽ നിന്നാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആക്ച്വലി പേഷ്യൻസ് എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ്. നമ്മൾ ഈ ടങ്ങൊക്കെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തുടയിന്ന് എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, തുടയിന്ന് എടുത്തിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോന്നായിരിക്കും അവർ ആദ്യമായിട്ട് ചോദിക്കുന്നത്. സോ ഇതൊരു നല്ല ഇൻഫോർമേഷൻ ആണ് അവർക്കും. ഈ മൈക്രോവാസ്കുലർ റീകൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഡോണർ സൈറ്റിൽ ഒരു ബുദ്ധിമുട്ടോ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഡോക്ടർ സാനിയ, അപ്പം നമ്മുടെ ടങ് ക്യാൻസർ അല്ലെങ്കിൽ നാവിലെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഈ ഫ്രീ ഫ്ലാപ്സിലുള്ളത്? ഇപ്പം നമുക്ക് ടങ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷണം വിഴുങ്ങാനും സംസാരിക്കാനും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടങ്ങിൻ്റെ പ്രധാനപ്പെട്ട റോൾസ് അതാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇപ്പം നമുക്ക് ടങ്ങിന് ക്യാൻസർ വന്നു കഴിഞ്ഞ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഴയതുപോലെ സംസാരിക്കുമോ, പഴയതുപോലെ ഭക്ഷണം ഇറക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പഴയതുപോലെ വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പഴയതുപോലെ ഒരിക്കലും നമുക്ക് ആക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ടങ്ങിൻ്റെ സ്ഥാനത്ത് നമ്മുടെ വേറൊരു സംഭവം, വേറൊരു മാംസം കൊണ്ട് വെച്ചിരുന്നാലും നമുക്കത് കംപ്ലീറ്റ്ലി ആക്കാൻ പറ്റത്തില്ല. അതായിരിക്കും പേഷ്യൻ്റെ അടുത്ത ക്വസ്റ്റ്യൻസ്. അവർ ടങ് മൂവ് ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി നമുക്ക് ടങ് മൂവ് ചെയ്യാനുള്ള രീതിയിലും ഫ്ലാപ്പ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. നമുക്ക് തുടയുന്ന മസിലിൻ്റെ കൂടെ നമ്മൾ നെർവ് എടുത്തിട്ട് നെർവുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ മൂവ്മെൻറ്റ് വരാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ടങ്ങിൻ്റെ ഒരിക്കലും നമുക്ക് ടങ്ങിന് മൂവ്മെൻറ്റ് വരുത്താൻ പറ്റും, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും, നമുക്ക് ഇറക്കാൻ പറ്റും, സംസാരിക്കാനും നമുക്ക് ആ ട്രെയിനിങ് എല്ലാം. പക്ഷെ നമുക്ക് ടേസ്റ്റിന് സാധ്യതയില്ല. ടേസ്റ്റ് ആ ഒരു ഇത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും നല്ല റീകൺസ്ട്രക്ഷൻ കൊടുത്താൽ ഒരു പേഷ്യന്റ് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നായിട്ട് വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടും അവർ സൊസൈറ്റിയിൽ ഇറങ്ങുന്നതും ആൾക്കാരെ ഫേസ് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. അപ്പം ആരും പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞ് പേടിക്കണ്ട. ഇത് ഒരു വളരെ അത്യാവശ്യമായ ഒരു പ്രൊസീജിയർ തന്നെയാണ്. ഈ ക്യാൻസർ റിമൂവൽ കൂടെ തന്നെ നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീകൺസ്ട്രക്ഷൻ നമ്മൾ ഈ പ്രൊസീജിയറിന്റെ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഹെഡ് ആൻഡ് നെക്ക് സർജറി ഒരേ ദിവസം തന്നെ നിങ്ങളത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളത് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതാണ്. പിന്നെ വരുന്നത് സ്പീച്ച്. അതും കുറേ പേഷ്യൻസിന് ഒരു ഡൗട്ട് കാണും. നമ്മൾ ഈ മാൻഡിബുലക്ടമി സർജറി കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ ടങ് റിസെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, പറ്റുമോ എന്നവർ ചോദിക്കാം. അതുപോലെ എല്ലാവരും ചോദിക്കുന്ന വേറൊരു ഡൗട്ടാണ് നമ്മളെ ഫേസ് എത്രത്തോളം നമുക്ക് പഴയതുപോലെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്ന്. ആക്ച്വലി നമുക്ക് കംപ്ലീറ്റ്ലി നോർമൽ, നമുക്ക് ഒരു സർജറിയും അല്ലെങ്കിൽ ഒരു ക്യാൻസറിൻ്റെ റിമൂവലും നടന്നിട്ടില്ല, അത്രയും
നല്ല രീതിയിൽ തന്നെ പറ്റും. പിന്നെ ഇപ്പോൾ ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. നമ്മുടെ കാഡ് ടെക്നോളജി, കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ AI ഹെൽപ്പോട് കൂടിയൊക്കെ നമ്മളതെല്ലാം ആ നമ്മുടെ ജോയുടെ മെഷർ ഓരോ സിമെട്രി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യാൻ ആംഗിളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് നടന്നിട്ടുണ്ട് ഇപ്പോൾ. എനിക്ക് തോന്നുന്നു ഈ അഡ്വാൻസ്മെന്റ്സിനെ പറ്റി നമ്മുടെ പേഷ്യൻസിന് അത്ര അറിവ് അറിവില്ല കുറവാണ്. എല്ലാവർക്കും. എല്ലാവരും ഇങ്ങനെ ക്യാൻസർ വന്നു കഴിയുമ്പം ആദ്യമേ പ്രത്യേകിച്ച് ഫാമിലിയും റിലേറ്റീവ്സും അവർ ആ പേഷ്യൻ്റ് ക്യൂറായി ജീവിക്കുമെന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ പേഷ്യൻ്റ് ചിന്തിക്കുന്നത് ഞാൻ എങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് എങ്ങനെ പുറത്ത് ഇറങ്ങുമ്പോൾ സൊസൈറ്റിയിൽ എങ്ങനെ സ്വീകരിക്കും, അതൊക്കെ ആയിരിക്കും ചിന്തിക്കാറുണ്ട്, ചോദിക്കാറുമുണ്ട്. അപ്പം അവിടെയാണ് ഈ റീകൺസ്ട്രക്ഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. തീർച്ചയായിട്ടും റീകൺസ്ട്രക്ഷൻ ഒരു റിസെക്ഷൻ പോലെ തന്നെയാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മുടെ റീഹാബിലിറ്റേഷൻ ടീമിനും ഒരു ഐഡിയൽ റീകൺസ്ട്രക്ഷൻ നടത്തിയാൽ അവർക്ക് ഈസി ആയിരിക്കും. നമുക്ക് പേഷ്യൻ്റ് റിക്കവറിയും ഭയങ്കര ഡോക്ടർ സാനിയ പറഞ്ഞ പോലെ നമ്മുടെ ഫിബുല റീകൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴേ കുറേ പേഷ്യൻസ് ചോദിക്കുന്നതാണ് നമ്മുടെ ഡെൻറ്റൽ റീഹാബിലിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. നമുക്ക് മറ്റേ ടീത്ത് ഇടാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇതിന് നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളെ മൗത്തിൻ്റെ ക്യാൻസർ അല്ലെങ്കിൽ ഓറൽ ക്യാൻസേഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് മാൻഡിബിൾ ബോൺ അല്ലെങ്കിൽ താടിയെല്ല് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഈ താടിയെല്ല് റിമൂവ് ചെയ്യുമ്പോൾ നമുക്കത് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമുക്ക് സോഫ്റ്റ് ടിഷ്യൂ ഫ്ലാപ്പ് അല്ലെങ്കിൽ മാംസം മാത്രം വെച്ചിട്ട് നമുക്ക് പേഷ്യൻറ്റിന് ഒരു ഓക്കെ റീകൺസ്ട്രക്ഷൻ, റീസണബിളി മൗത്ത് ഓപ്പണിംഗ്. പ്രധാനമായിട്ട് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആൾക്ക് വാ തുറക്കണം, ഭക്ഷണം കഴിക്കണം. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഫങ്ഷണൽ ഇമ്പോർട്ടൻസ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് കൂടാതെ കുറച്ചുകൂടി ബെറ്റർ അല്ലെങ്കിൽ നിയർ നോർമൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ റിമൂവ് ചെയ്ത ബോൺ തന്നെ റീകൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രധാനമായിട്ട് കാലിലെ ഫിബുലാർ ബോൺ, കാലിലുള്ള 2 ബോണിൽ ചെറിയ ബോണായ ഫിബുലാർ ബോൺ എടുത്തിട്ട് അത് നമ്മൾ താടിയെല്ലിൻ്റെ ഷേപ്പിലും ആംഗിളൊക്കെ കറക്റ്റ് ചെയ്ത് ആ വളവൊക്കെ കറക്റ്റാക്കി ആ രീതിയിൽ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് അത് റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഓപ്ഷനുണ്ട്. അപ്പം നമുക്കിപ്പം എത്രത്തോളം ഇത് അഡ്വാൻസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ് പല്ലുണ്ടാകും. അപ്പോൾ പല്ല് നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും. ആ ക്യാൻസർ വന്ന ഭാഗത്ത് പല്ലെല്ലാം സ്വാഭാവികമായിട്ടും പല്ല് പോകുമല്ലോ. അപ്പോൾ ആ പേഷ്യൻറ്റ് നമുക്ക് അന്നത്തെ ദിവസം തന്നെ നമുക്ക് ഈ ബോണിൽ ഡെൻ്റൽ ഇംപ്ലാന്റ്സ് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് പല്ല് വെച്ച് കൊടുക്കുന്ന ജോയിൻ ഡേ എന്നുള്ള പ്രൊസീജിയർ വരെ ഉണ്ട് നമുക്ക്. അതായത് നമുക്ക് ഡെൻ്റൽ റീഹാബിലിറ്റേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ബോണിൽ നമ്മൾ പല്ലിൻ്റെ ഇത് ഫിക്സ് ചെയ്തിട്ട് പല്ല് വെക്കാനുള്ള ഓപ്ഷൻ വരെ ഇന്ന് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഒരു പേഷ്യന്റിന് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഒരു പല്ല് എന്ന് പറഞ്ഞാൽ എത്ര അതൊരു ഐഡന്റിറ്റി ആണല്ലോ. ഇപ്പൊ അവര് ചിരിക്കുമ്പോൾ കുറച്ച് നാൾ മുന്നേ വരെയൊക്കെ നമ്മൾ സോഫ്റ്റ് ടിഷ്യൂ മാത്രം ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ചിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അത്രയും ആ ബോണിന്റെ ഒരു ബലം ഉണ്ടാവത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി. നമ്മുടെ പേഷ്യൻസിനും നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ. സോ ദാറ്റ്സ് ഗുഡ്. നമുക്ക് റിസെക്ഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഏറ്റവും അഡ്വാൻസ്ഡ് വേയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും.